ഞാൻ ഒരു 2015-16 കാലഘട്ടത്തിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വൈഫിന് വേണ്ടി ജോലിക്ക് പൈസ എന്നോട് ആവശ്യപ്പെട്ടു. വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നോട് ഇത്ര രൂപ തരികയാണെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപയാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് 4 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നോട് പൈസ മേടിച്ചത്. 4 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് അവർക്ക് കൊടുത്തു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ കോൺഗ്രസിൻ്റെ ആളുകളാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുണ്ടായിരുന്നത്. ആ നേതൃത്വം എന്നോട് ബാങ്ക് ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തു. ആ സമയത്ത് എൻ്റെ പൈസ തിരികെ ചോദിച്ചപ്പോൾ പൈസ തന്നില്ല. പിന്നെ ഞാൻ നിരന്തരമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീൻ്റെ ആളുകൾക്ക് പരാതി കൊടുത്തു. അവരത് യാതൊരു കാരണവശാലും പൈസ മടക്കിത്തരാനില്ല, അത് ചിലവായി പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചെയ്തത് MLA-ൻ്റെ അടുത്ത് പരാതി കൊടുത്തു. MLA-ൻ്റെ അടുത്ത് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ MLA അവരെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇത്ര രൂപ എൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് MLA-നോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്തതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു MLA ഇടപെട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിരന്തരമായിട്ട് എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. DCC പ്രസിഡൻറ്റിന് ഞാൻ വീട്ടിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. DCC പ്രസിഡൻ്റ് അത് മൈൻഡ് ചെയ്തില്ല. അന്നത്തെ DCC പ്രസിഡൻറ്റ് KL പൗലോസ് ആയിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും ഞാൻ KPCCക്ക് പരാതി അയച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിരിക്കുന്ന DCC പ്രസിഡൻറ്റ് ND അപ്പച്ചന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും അത് മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് മന്തംകൊല്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മരിച്ചുപോയ ബാലേന്ദ്രേട്ടൻ അന്ന് ഇലക്ഷൻ്റെ ചെയർമാനായിരുന്നു. എന്നോട് ഗോപിനാഥ് മാഷ് വീട്ടിലേക്ക് വരാൻ പറയുകയും അവിടെ വെച്ച് 50,000 രൂപ എനിക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ 3,25,000 രൂപ എനിക്ക് പല തവണകളായിട്ട് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 3,25,000 രൂപ റിട്ടേൺ തന്നിട്ടുണ്ട്. KPCC പ്രസിഡൻറ്റ് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന പിന്നെ എന്താ പേര് KT തോമസിന് ഞാൻ ലെറ്റർ അയച്ചു. PT തോമസിന് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൻ്റെ മറുപടിയാണ് താങ്കൾ 27/9/2021 KPCC പ്രസിഡന്റിന് അയച്ച കത്ത് ലഭിച്ചു. ആയത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് അയച്ച ലെറ്ററാണിത്. അപ്പോൾ ഇതിന് ശേഷവും എനിക്ക് ഈ പൈസ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 2021 ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് KPCC പ്രസിഡൻ്റായിരുന്ന സുധീരൻ സാറ് വന്നപ്പോൾ ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞതുമാണ്. ഒരു 3 ഷീറ്റോളം കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ട് എഴുതി പോയതാണ്. അതിനും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ആരോട് ചോദിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവില്ല. കാരണം NM വിജയേട്ടൻ മരിച്ചുപോയി, തേയിലക്കാട്ട കുഞ്ഞേട്ടൻ മരിച്ചുപോയി, ബാലേന്ദ്രേട്ടൻ മരിച്ചുപോയി. ഇവരൊക്കെ ആയിരുന്നു നമ്മൾ ഈ ബന്ധപ്പെട്ട ആൾക്കാർ. ഇനിയിപ്പോൾ നമുക്കിത് ആരോട് ചോദിക്കുമെന്നതിനെക്കുറിച്ച് വലിയൊരു വ്യക്തതയില്ല. പക്ഷെ എന്നിരുന്നാലും അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ പൈസകൾ മുഴുവൻ വാങ്ങിയിട്ടുള്ളത്. അന്ന് NM വിജയേട്ടൻ DCC ജില്ലാ ട്രഷറാണ്. NM വിജയേട്ടൻ ജില്ലാ ട്രഷറാണെന്ന്. KL പൗലോസ് അന്ന് DCC പ്രസിഡൻ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഒരു രേഖയും തരാത്തപ്പോൾ ഈ പൈസയ്ക്ക് എന്താണെന്ന് വെച്ചപ്പോൾ ജില്ലാ ഘടകം അറിഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ടല്ല പൈസ മേടിക്കുന്നതാണ് അന്നത്തെ ജില്ലാ ട്രഷറായിരുന്ന NM വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ പൈസ ഇവർ തരായിരുന്നപ്പോൾ ഞാൻ MLA-യുടെ വീട്ടിൽ പോയി MLA-ക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ MLA അങ്ങോട്ട് വിളിപ്പിക്കുകയും എനിക്ക് പൈസ ഇവരുടെ അടുത്ത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ MLA-ക്ക് പരാതി കൊടുത്തത്. അങ്ങനെ ഇവർ NM വിജയേട്ടനോടും തേയിലക്കാട് കുഞ്ഞേട്ടനോടും പിന്നെ ഇവർ പോയി സംസാരിച്ചു, അവിടെ പോയി സംസാരിച്ചു. അതിൻ്റെ എന്നെ വിളിപ്പിക്കുക ബിജുവിൻ്റെ പൈസയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് പൈസ തരും. അങ്ങനെ 2 ലക്ഷം രൂപ എനിക്ക് ആ പറഞ്ഞ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിരന്തരമായിട്ട് ഞാൻ MLA-ൻ്റെ വീട്ടിൽ പോകുമായിരുന്നു ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഇതൊരു 2 ലക്ഷത്തിൻ്റെ തീരുമാനം ഉണ്ടായത്. ആ പൈസ അവിടെ നിന്ന് തരും. അവിടെ നിന്നല്ല തന്നെ NM വിജയേട്ടനാണ്. IC ബാലകൃഷ്ണൻ ഈ തട്ടിപ്പ് ഈ ഇത്തരത്തിൽ പണമിടപാട് നടത്തിയ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പൈസ മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരാളെ പേരങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ജില്ലാ നേതൃത്വത്തിന് അറിയാമെന്നാണ് NM വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്.